പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകുണ്ട് പോലീസ് സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റിലേക്കായിട്ട് ഒരല്പം മുന്നോട്ട് വന്നാൽ ഒരു 100 മീറ്റർ ഫ്രണ്ടിലോട്ട് വന്നാൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സ്കൂളാണ്. ഒത്തിരി വിദ്യാർത്ഥികളാണ് ഇവിടെ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഈ സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ഒത്തിരി കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കായികമായി വളർന്ന കായിക മേഖലയിൽ വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്ന, അല്ലെങ്കിൽ അത്രയും ആളുകളൊക്കെ വളർത്തിക്കൊണ്ടുവന്നതിന് സാക്ഷ്യം വഹിച്ച ഒരു ഗ്രൗണ്ടാണിത്. ആ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. കിടങ്ങ് കീറിയിട്ട് മണ്ണൊക്കെ കുന്നുകൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഒരു നഷ്ടം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും എൻ്റെ തൊട്ടുപുറകിലായിട്ട് ഒത്തിരി കുട്ടികളാണുള്ളത്. ഈ ഒരു സമയമായിട്ട് ഇവർ ഫുട്ബോൾ കോച്ചിങ്ങിന് വന്നതാണ്. അവരെ ഫുട്ബോൾ കോച്ചിങ് ഇപ്പോൾ ഈ ഗ്രൗണ്ടിലായിരുന്നു അവരെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അതിനവർക്ക് സാധ്യമാകാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള ടർഫ് അതിൻ്റെ റെൻറ്റും കൂടി വഹിച്ചുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യാണ്, അവരുടെ കായിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കായിക മേഖലയിൽ നമ്മൾ ഒത്തിരി ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായം. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് തലത്തിൽ നിന്നൊക്കെ ഒത്തിരി പ്രോത്സാഹനമായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സ്കൂൾ, സാധാരണക്കാരായിരിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവർക്ക് അവരുടെ കായികക്ഷമത സമൂഹത്തിന് മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടി, കാരണം കായികക്ഷമതയുള്ള ആളുകളെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കായിക മികവിനെ പ്രകടിപ്പിക്കാൻ അവസരം വേണമെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ഗ്രൗണ്ട് വേണം. അങ്ങനെ ഒരു ഗ്രൗണ്ട് ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് എടുക്കാൻ തുടങ്ങിയിട്ട് 7 മാസത്തോളമായി. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സ്ഥലം MLA ഏകദേശം 1,20,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഏകദേശം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നസീബ ഹസീസ് അവരാണ് ഈ ഒരു ഡിവിഷൻ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡിവിഷൻ്റെ ചുമതല അവരെടുത്താണ്. അവരും ഏകദേശം ഒരു 4 കോടി രൂപേൻ്റെ അടുത്തുള്ള പദ്ധതികളാണ് ഇവിടെ പ്ലാൻ ചെയ്തത്. ഏകദേശം 2-2.5 കോടി രൂപേൻ്റെ പദ്ധതികൾ റണ്ണിങ്ങിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉചിതമായ തീരുമാനങ്ങളൊക്കെ അവർ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഗ്രൗണ്ട് ഒരല്പം താഴ്ത്തേണ്ട സാഹചര്യമുണ്ട്. കാരണം ഈ ഗ്രൗണ്ട് കുറച്ച് ഉയരത്തിൽ നിൽക്കുകയാണ്, മറ്റുള്ള ബിൽഡിങ്ങുകളൊക്കെ കുറച്ച് താന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയം പരിഹരിക്കലും ഇതിന് ഗാലറി കിട്ടുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരല്പം ഒരു 1.5-2 മീറ്ററാണ് താത്തി കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഒരല്പം കൂടി താവും. പിന്നെ ഈ ഗാലറി പൊക്കുന്നതിന് അത് ഉപകാരപ്രദമാകും. അത് മാത്രമല്ല, ഗ്രൗണ്ടിൽ നിന്നാൽ അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന ബിൽഡിങ്ങിൽ നിന്നും മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണാനും കളികൾ നടക്കുന്നെങ്കിൽ അത് ആസ്വദിക്കാനൊക്കെയുള്ള ഒത്തിരി അവസരങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഒരു അവസരങ്ങൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൗണ്ട് നോർമലി ഇപ്പം നിൽക്കുന്ന ഗ്രൗണ്ട് ഒരു 1.5 മീറ്റർ 2 മീറ്ററോളം താഴ്ത്തി കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ലെവലിലെത്തും. തൊട്ടടുത്തായിട്ടൊരു സ്റ്റേജ് ഉണ്ട്, ആ കാഴ്ചയൊക്കെ നമുക്ക് കാണാനുണ്ട്. ആ സ്റ്റേജിൻ്റെ ഏകദേശം ആ ഒരു ഹൈറ്റിലേക്കാണ് ഇത് താകുക. കെട്ടിടത്തിൻ്റെ അതേ ലെവൽ താകുന്നില്ല, അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ അതേ റേഞ്ചിൽ ആ ഫ്ലോറിൽ തന്നെ, അതല്ലെങ്കിൽ ആ ഒരു പാതക ലെവലിൽ ഒരു സ്റ്റേജ് ഉയർത്തിയിട്ടുണ്ട്. ആ സ്റ്റേജിൻ്റെ അത്ര കണ്ട് താത്തിയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരുടെ ഭാഗത്തു നിന്നാണ് പ്രശ്നങ്ങൾ എന്നറിയാൻ സാധിക്കില്ല. കോൺട്രാക്ടറുടെ അടുത്താണ് പ്രശ്നങ്ങൾ. നമ്മളിപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആരെയും നമ്മളിതിൽ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ അവരെ തരം താഴ്ത്തി കാണിക്കാനോ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ തൊട്ടുപുറകിലായിട്ട് ഈ കൊച്ചുമക്കളുടെ മുഖത്ത് അവരുടെ ആ ഒരു സങ്കടം കാണുമ്പോൾ പ്രത്യേകിച്ച് കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവ് കൂടിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് 100% അനീതിയാണ്. അപ്പോൾ ഈ വിഷയത്തിന് ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഉചിതമായ തീരുമാനം വരട്ടെ. എന്തായാലും നമുക്ക് കുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് അവരോടൊന്ന് ചോദിച്ച് മനസ്സിലായാൻ. മോൻ്റെ പേരാ? സമാൻ ഇവിടെ തന്നെയാണ് വീട്? കുറുക്കോള് ഭാഗത്ത്. ഇപ്പൊ എന്തിനു വന്നാ? ക്യാമ്പിന് വന്നത്. ക്യാമ്പിന് വന്ന ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ ആദ്യം കളിച്ചിരുന്നു. ഈ റോഡ് ഇങ്ങനെ സാഹചര്യം വന്നോണ്ട് ഈ ഗ്രൗണ്ട് ഇങ്ങനെ ആദ്യം നിങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ തൊട്ടടുത്തുള്ള ടർഫിലാണ് പോകുന്നത്. ടർഫാകുമ്പോൾ അതിന്റെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ വഹിക്കേണ്ടി വരും. നിങ്ങളെ രക്ഷിതാക്കൾ വഹിക്കണം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിന് പരിഹാരം ആകുമായിരുന്നു. അപ്പോൾ ഈ ഗ്രൗണ്ട് ഇങ്ങനെ കിടക്കേണ്ട 7-8 മാസമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയാണെങ്കിൽ നിങ്ങളെ പോലത്തെ കുട്ടികൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കായിക മികവ് തെളിയിക്കാൻ അവസരമാവും. അങ്ങനല്ലേ? നിങ്ങൾക്ക് ഈ ഗ്രൗണ്ട് ഇങ്ങനെ കിടക്കുന്നിട്ട് വിഷമല്ലേ? നിങ്ങളൊക്കെ പഠിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെൻറ് സ്കൂളിലെ ഗ്രൗണ്ട് 7-8 മാസമായിട്ട് ഇതുപോലെ കിടക്കുക. എന്തൊരു അവസ്ഥയാണ് ഇതല്ലേ? അപ്പോൾ എന്തായാലും ബന്ധപ്പെട്ട ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കട്ടെ. മോൻ്റെ പേരെന്താ? റിഹാം ഒക്കെ കളിക്കാൻ വേണ്ടി വന്നാണ്. മോനും കളിക്കാൻ വന്നാണ് എല്ലാവരും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, ഈ ഗ്രൗണ്ട് ഇങ്ങനെ കിടക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ എന്തുണ്ട്? സങ്കടം ഉണ്ട്. മക്കൾക്ക് സങ്കടം ഉണ്ടെന്നാണ് പറഞ്ഞത്. സങ്കടം ഉണ്ടാവും, കാരണം അവരുടെ പ്രായം അതാണ്. നിങ്ങളൊക്കെ പ്രായത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഫുട്ബോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ അതിന് കളിക്കാൻ കിട്ടുന്ന നല്ലൊരു അവസരമാണിത്. ആ അവസരം എന്ത് ചെയ്യാണ്? ഇത് കാരണത്താൽ മുടങ്ങി കിടക്കുകയാണ് അല്ലേ? മോൻ്റെ പേരെന്താ?
ഗോകുൽ എവിടെയാണ്? തോട്ടായി. ഇവിടെ തൊട്ടടുത്ത് തന്നെ, ഏകദേശം 1.5 കിലോമീറ്റർ. ഈ സ്കൂളാണല്ലോ പഠിക്കുന്നല്ലേ? ഇവിടെ കളിച്ചിരുന്നല്ലേ? ഇപ്പൊ ഫുട്ബോൾ കോച്ചിങ് കഴിഞ്ഞ് വരികയാണോ? ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഗ്രൗണ്ടിലാണ്, മറ്റേ ടർഫിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ള ആൾക്കാരല്ലേ? മോനെ പേരെന്താ? ആഷിദ്. മോനെ പേരോ? അസ്ഹബ്. നീ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഇനി അപ്പുറത്ത് തൊട്ട് പുറകിലായിട്ട് കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്, 6:30 ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികൾ മടങ്ങി പോയില്ലേ? നിങ്ങളെ കൂടുതലേ ഒക്കെ അവരവരെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെങ്ങനെ കണ്ടപ്പോൾ ഇവരാ ഒരു മുഖത്ത് ആ ഒരു സങ്കടം അല്ലെങ്കിൽ അവരെ അതിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടപ്പോഴുള്ള വിഷമമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന മനസ്സിലാക്കുന്ന ആളുകൾ നമ്മളൊക്കെ തൻ്റെടികളാണ്. കേരളത്തിലെ ജനങ്ങൾ ഉത്ബുദ്ധരാണ്, എഡ്യൂക്കേറ്റഡ് ആണ് എന്നൊക്കെയാണ് പറയുക. അത്രയും എഡ്യൂക്കേഷനും അതുപോലെ തന്നെ തൻ്റെടികളായിരിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ ഇതിനൊക്കെ ഏതൊരു വിഷയത്തിനും അതിനൊരു പരിഹാരമാർഗം ഉണ്ടാവും. എന്തൊരു വിഷയമാണെങ്കിൽ ആ വിഷയത്തുമ്പോൾ തന്നെ കടിച്ചു തൂങ്ങാതെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇത് ഉപയോഗപ്പെടുത്തുന്ന ആരാണ്? ഇതുപോലത്തെ കുട്ടികളാണ്. ഇതുപോലത്തെ കുട്ടികളുടെ കായിക വിനോദങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തോടൊപ്പം കായികമായ കാര്യങ്ങൾക്ക് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഒത്തിരി അവസരങ്ങളാണ് ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സുന്ദരമായ ഇത്രയും വിശാലമായ ഒരു ഗ്രൗണ്ട് ഇവിടെ ഉണ്ടാകുമ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണ് മാന്തിയെന്നോ അതിൻ്റെ ബാക്കിലെ വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ആ വിഷയത്തിന് പരിഹാരം കാണിച്ച് ഇതുപോലൊക്കെയുള്ള കുട്ടികളുടെ അവസരങ്ങളെയാണ് നമ്മളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവിലേക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്ന് എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിന് പരിഹാരം ആകട്ടെ അല്ലേ? അങ്ങനെയല്ലെങ്കിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് ബന്ധപ്പെട്ട ആളുകളോട്? ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ, ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ജനപ്രതിനിധികളുണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. അത്തരം ആളുകൾ ഈ ഒരു വിഷയത്തിന് ഒരു തീരുമാനം എടുത്താൽ നിങ്ങളെപ്പോലത്തെ നിഷ്കളങ്കരായ മക്കളുടെ കളിക്കാനുള്ള നിങ്ങളുടെ ഈ അവസരം ഉണ്ടല്ലോ, നിങ്ങളെ ഈ താല്പര്യം ഉണ്ടല്ലോ, അതിനൊരു അവസരമാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട്. ആ അവസരമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് നിങ്ങളെ മുമ്പിൽ മുടങ്ങി കിടക്കുന്നത്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് എന്താണ് പറയാൻ, എത്രയും പെട്ടെന്ന് എഴുതി തരല്ലേ? അപ്പോൾ ഇതൊക്കെ അറിയുന്ന, കാണുന്ന, മനസ്സിലാക്കുന്ന ആളുകളിൽ ഇതിന് ഉചിതമായ തീരുമാനമൊക്കെ ആയിട്ട് കടന്നു വരട്ടെ. നിങ്ങൾക്ക് ഇനിയും കളിക്കാനും നിങ്ങളുടെ കായിക വിനോദങ്ങൾ ഓടുന്നവരുണ്ടാകും, അതുപോലെ ഫുട്ബോൾ കളിക്കുന്നവരുണ്ടാകും, ക്രിക്കറ്റ്, പല പല മേഖലയില്ലേ? അത്തരം മേഖലകളിലൊക്കെ കളിച്ച് വളർന്ന് നല്ല മിടുക്കന്മാരായിരിക്കുന്ന ഫുട്ബോളർമാരൊക്കെ വളർന്നു വരട്ടെ അല്ലേ? ഒത്തിരി നമ്മൾ ഗെയിംസിലും മറ്റിലൊക്കെ നമ്മൾ കുറച്ച് പുറകിലാണ്. ഫുട്ബോളിലും നമ്മൾ എന്ത് ചെയ്യണം? ഒത്തിരി ജനസംഖ്യയുള്ള നാടല്ലേ നമ്മുടെ രാജ്യം? ഇന്ത്യ ഒത്തിരി ജനസംഖ്യയുള്ള നാടാണ് അല്ലേ? എന്നിട്ട് പോലും നമുക്കൊരു 11 ഫുട്ബോളർമാരെ വളർത്തി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല വേൾഡ് കപ്പിലേക്ക്. അതിനൊക്കെ കാര്യം എന്താ? നന്നായി ചെറുപ്പം മുതലേ നിങ്ങൾക്ക് കറക്റ്റ് കോച്ചിങ് കിട്ടാത്തതും, അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനായിട്ടുള്ള കറക്റ്റായുള്ള ഫുഡിങ്, കായിക വിനോദം ഇപ്പോൾ നോർമലി ജീവിക്കുന്ന ആളെ ഭക്ഷണ രീതി പോരാ നിങ്ങൾക്ക്. അതിനൊക്കെ മറ്റുള്ള പല പല രാജ്യങ്ങളും പല അവസരങ്ങളുണ്ട്. നമ്മുടെ രാജ്യം വിചാരിച്ചാലും അതൊക്കെ നടക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിവുള്ള ആളുകളായിട്ട് മാറട്ടെ. ഞാൻ അതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് മറ്റൊരു ചാനലിലൂടെ, നമ്മൾ സൂപ്പർ അഷ്റഫ് ബാവ എന്ന് പറയും. സൂപ്പർ അഷ്റഫ് ബാവൻ അറിയോ? സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്ത്. അപ്പോൾ അദ്ദേഹത്തോട് ഈ വിഷയത്തെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് തന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നവരാ, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു? അവർ കളിക്കാനും കൂടി വേണ്ടിയുള്ള ഭക്ഷണം കൂടെ കഴിക്കുന്നുണ്ടെന്നാണ്. അതായത് പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കൂടെ കഴിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പുള്ളി പിന്നെ വെച്ചൊരു നിർദ്ദേശം വെച്ചാൽ, ഇവിടെ നമുക്ക് സ്പോർട്സിനായിട്ടൊരു മന്ത്രിയില്ല. കുട്ടികളെ അതായത് തൻ്റെ രാജ്യത്തെ ആളുകളുടെ കായികമായ മികവിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്തിട്ടില്ല, അതിനായിട്ട് ഒരു മന്ത്രി ഇല്ല എന്നുള്ള, അങ്ങനത്തെ ഒരു വകുപ്പില്ല എന്നുള്ള. അപ്പം മറ്റുള്ള വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, മറ്റുള്ള വകുപ്പ്, അങ്ങനെ പല പല വകുപ്പുകളുണ്ടല്ലോ. ആ വകുപ്പുകളുടെ കൂട്ടത്തിൽ ഒന്ന് അത് കൂട്ടിച്ചേർത്ത് വെച്ചു കൊടുക്കുകയാണ് സ്പോർട്സ് ഒന്നും കൂടി. ഇപ്പോൾ ഇവിടുത്തെ നമ്മളെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട, കേരളത്തിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്ന മിനിസ്റ്റർ പേര് അറിയോ നിങ്ങൾക്ക്? PV അബ്ദുറഹിമാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മെസ്സി വരുന്നോ മറ്റുള്ളവർ വരുന്നോ ഒക്കെ ഉള്ളൊരു ഇങ്ങനെ ഇത് കണ്ടിട്ടില്ല നിങ്ങൾ? നമ്മളെ സാറ് അബ്ദുറഹിമാൻ സാറ് ഇവിടെ നമ്മളത് എന്താണ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്തിലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അത് മാത്രമല്ല, നമ്മൾ കൽപ്പഞ്ചേരിക്കാൻ മറ്റൊരു കുറേ കാര്യമുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലേൻ്റെ സെവൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുമതല വഹിക്കുന്ന ഒരു കൽപ്പഞ്ചേരിക്കാരാണ്. അതുപോലെ തന്നെ അഖിലേന്ത്യ ഇതുമായി ബന്ധപ്പെട്ട അൻവർ അമീൻ ഖാൻ അറിയില്ലേ? അവരൊക്കെ ഓരോരോ വൈസ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ മക്ക എന്നൊക്കെ പറയും. അത്രയേറെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാണ്. കുട്ടികളായാലും മുതിർന്ന പ്രായം ചെന്ന വെല്ലിപ്പ പോലും ഫുട്ബോൾ ഇഷ്ടപ്പെടും അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു നാട്ടിൽ നിങ്ങളെപ്പോലത്തെ കൊച്ചുമക്കൾക്ക് കളിക്കാൻ കിട്ടുന്ന നല്ലൊരു അവസരം, ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പൊതുമുതലാണ്. പൊതുമുതൽ എന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക്? പൊതുമുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഈ സമ്പത്തിന്, ഈ കാണുന്നതിനൊക്കെ നിങ്ങൾ ഓരോരുത്തരും അവകാശികളാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് തരികയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? പൊതുമുതൽ എന്ന് പറഞ്ഞാൽ എൻ്റെതും കൂടിയാണ്. ആ പൊതുമുതൽ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിന് നഷ്ടം വരുന്ന ഒരു കാര്യത്തിനും നിങ്ങളായിട്ട് എന്ത് ചെയ്യരുത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അങ്ങോട്ട് ഉണ്ടാകരുത്. കാരണം പൊതുമുതൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അത് വിദ്യാഭ്യാസ സ്ഥാപനമായാലും ഹോസ്പിറ്റലായാലും ഗവൺമെൻറ് തലത്തിലുള്ള എന്തൊക്കെയുണ്ടോ അതിനൊക്കെ അവകാശങ്ങളും കൂടിയാണ്.
നിങ്ങളെ വീട് നിങ്ങൾ വൃത്തിയേടാക്കുമോ? നശിപ്പിക്കുമല്ലോ. ഇല്ല. എന്താണ്ടാ, വീട് എൻ്റെതാണെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ. അതേപോലെ തന്നെയാണ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ വിദ്യാലയം നമ്മുടെ എല്ലാവരും എൻ്റെതും കൂടിയാണ്. അപ്പോൾ ആ വിദ്യാലയം നശിച്ചു പോകാൻ പാടില്ല, അതിന് കോട്ടം വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്തായാലും ബന്ധപ്പെട്ട ആളുകൾ ഇതിന് തുല്യമായ തീരുമാനം എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് അറിയിക്കാൻ മറന്നു പോകരുത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതാരെയും കൊച്ചാക്കാനോ ആരെയും തളർത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ ഒരു വീഡിയോ. ഈ ഒരു കാര്യത്തെ ഓർത്ത് പ്രത്യേകിച്ച് കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് നിൽക്കും. ഇവിടുത്തെ പ്രാദേശിക ചില വിഷയങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന അവസരം കിട്ടുമ്പോൾ കൊണ്ടുവരുന്ന ഒരാളെന്ന് നിൽക്കും. ഇതതിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്നൊരു നിലക്കാണ് നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗ മേഖലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇതിന് ഉചിതമായ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഈ നിഷ്കളങ്കരായിരിക്കുന്ന മക്കളുടെ കായിക വിനോദങ്ങൾക്കുള്ള അവസരങ്ങൾ ഇനിയും തടസ്സപ്പെടുത്തി വെക്കരുത് എന്ന റിക്വസ്റ്റോടുകൂടെ തൽക്കാലം ഈ വീഡിയോ വൈറ്റപ്പ് ചെയ്യുന്നു. അടുത്തൊരു വിശേഷമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.